ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് വ്ളോഗ്സ്. നമുക്കിന്നിവിടെ ഹെൽത്തി ആയിട്ടൊരു പുട്ടുണ്ടാക്കിയാലോ. ജോവർ അഥവാ മണിച്ചോളം എന്നുള്ള മില്ലറ്റ് കൊണ്ടാണ് ഞാനിവിടെ പുട്ടുണ്ടാക്കാൻ പോകുന്നത്. റാഗിയും ചാമയും തിനയൊക്കെ പോലെ ഒരു മില്ലറ്റാണ് ജോവർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും, അല്ല എങ്കിൽ നമുക്കിത് വാങ്ങിച്ച് പൊടിപ്പിക്കാനും പറ്റും. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു അത്ഭുത ധാന്യമാണ് ജോവർ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. വെയിറ്റ് ലോസ് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ചെറുധാന്യമാണ് മണിച്ചോളം. ഇവിടെ ഞാൻ 2 കപ്പ് ജോവറിൻ്റെ പുട്ടുപൊടിയാണ് എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊഴിച്ചു കൊടുക്കാം. ഞാനിപ്പോഴും ട്രഡീഷണൽ രീതിയിൽ ഉപ്പുകല്ല് കലക്കിയാണ് ഉപയോഗിക്കുന്നത്. ഉപ്പുപൊടി ഉപയോഗിക്കുന്നവർ അത് ചേർത്തേച്ചാൽ മതി. ഇനി നമുക്കിത് ആവശ്യത്തിന് വെള്ളം ചേർത്തൊന്ന് നനച്ചെടുക്കാം. ഞാനിവിടെ ഇതിന് തിരുമ്മിയ തേങ്ങയുടെ വെള്ളം കൊണ്ടാണ് ആദ്യം നനയ്ക്കുന്നത്. ഏത് പുട്ടുപൊടിക്കാണെങ്കിലും തേങ്ങാവെള്ളം ചേർത്ത് നനച്ചാൽ നല്ല മയമായിരിക്കും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഇനി തേങ്ങാവെള്ളം കളയാതെ അത് വെച്ചൊന്ന് നനച്ച് നോക്കണം. ബാക്കി വെള്ളം ഞാനിവിടെ ഉപയോഗിക്കുന്നത് തണുത്ത വെള്ളമാണ്. സാധാരണ പച്ചവെള്ളം കൊണ്ട് നനയ്ക്കുന്നതിനേക്കാളും തണുത്ത വെള്ളം വെച്ച് നനയ്ക്കാമെങ്കിൽ കൂടുതൽ മയമായിരിക്കും പുട്ടിന്. ജോവർ ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റിലുള്ളവർക്ക് ഗോതമ്പിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണിത്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിന് ഇത് വളരെ നല്ലതാണ്. അതുപോലെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യുന്നതിനും ഇത് നല്ലതാണ്. പുട്ടുപൊടി ഞാനിവിടെ നനച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. പുട്ടുപൊടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു കുറ്റിയിലേക്ക് വാരിയിട്ട് പുഴുങ്ങിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഓൾറെഡി ഒരു പുട്ടുകുറ്റി സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കിത് വാരിയിട്ട് കൊടുക്കാം. ആദ്യമായിട്ട് നമുക്ക് കുറ്റിയിലേക്ക് കുറച്ച് തേങ്ങ തിരുമ്മിയത് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. വീണ്ടും കുറച്ച് തേങ്ങാപ്പീര കൂടി ഇട്ട് കൊടുക്കാം. ബാക്കി പുട്ടുപൊടി കൂടി ഇട്ട് കുറ്റി ഫില്ല് ചെയ്യാം. പുട്ടുപൊടി കുറ്റിക്കകത്ത് ഫില്ല് ചെയ്തു. ഇനി ഇതൊന്ന് അടച്ച് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് ഇത് പുഴുങ്ങിയെടുക്കുന്നത്. പുട്ട് പുഴുങ്ങാൻ നേരം പുട്ടുകുറ്റിയിലോ അല്ലെങ്കിൽ കുക്കറിലോ ഒരല്പം ജീരകം ചേർത്ത് കൊടുത്താൽ പുട്ടിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ പുട്ടിവിടെ നന്നായിട്ട് ആവിയൊക്കെ വന്നു വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കുത്താം. കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. മണിച്ചോളത്തിൽ അയണും കാൽസ്യവും ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇത് വിളർച്ച തടയുന്നതിനും അതുപോലെ തന്നെ എല്ലുകളുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഇനി നമുക്ക് അടുത്ത പുട്ടുകൂടി കുറ്റിയിലേക്ക് വാരിയിട്ട് പുഴുങ്ങിയെടുക്കാം. അടുത്ത പുട്ട് ഇവിടെ ആവിയൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതുകൂടി ഈ പ്ലേറ്റിലേക്ക് കുത്താം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആവി പറക്കുന്ന മില്ലറ്റിൻ്റെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അരിപ്പുട്ടിനേക്കാളും ഗോതമ്പൂട്ടിനേക്കാളും ഒക്കെ നല്ല രുചിയാണ്. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ ജോവർ. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. ഇതുകൊണ്ട് പുട്ട് ഉപ്പുമാവും എല്ലാം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഈ പൊടിയൊന്ന് വാങ്ങിച്ച് നോക്കി പുട്ടുണ്ടാക്കി നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനിയും ഇതുപോലെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ. താങ്ക് യു.